പ്രകാശൻ ചുനങ്ങാട് എഴുതിയ ബാച്ചിലേഴ്സ് ലോഡ്ജ് എന്ന നോവലിലെ അവസാനത്തെ അധ്യായം. നോവൽ ബാച്ചിലേഴ്സ് ലോഡ്ജ്. അഭിനവ മാർക്കേണ്ടനായ വാര്യരാണ് സണ്ണിയുടെ റൂംമേറ്റ്. ടെലഗ്രാഫ് ഓഫീസിൽ ജോലി ചെയ്യുന്ന വാര്യർക്ക് 40 കഴിഞ്ഞെന്നാണ് ജനസംസാരം. കണ്ടാലൊരു 25-ലധികം മതിക്കില്ല സുഭഗൻ. ഈ നിത്യയൗവനത്തിൻ്റെ രഹസ്യം ഹിമാലയത്തിലെ ഒരു സന്യാസി ഉപദേശിച്ചു തന്ന പച്ചമരുന്നാണെന്ന് വാര്യര് പറയുന്നു. ആ പച്ചമരുന്നിൻ്റെ പേരെന്ന് പറയാമോ? അത് മാത്രം ചോദിക്കരുത്, വിശാലമായി ചിരിച്ചുകൊണ്ട് വാര്യർ. നീണ്ട ഒഴിവു ദിവസങ്ങൾ വന്നാലും വാര്യർ വീട്ടിൽ പോവില്ല. ആരെങ്കിലും ചോദിച്ചാൽ പറയും, ഹോം ഫുഡ് എൻ്റെ വയറിന് പിടിക്കില്ല. മാനസിക അസ്വസ്ഥമുള്ള അമ്മ, ആവതില്ലാത്ത അച്ഛൻ, വിവാഹപ്രായം കഴിഞ്ഞ അനിയത്തി, മനക്ലേശം മാത്രം തരുന്ന ഗൃഹാന്തരീക്ഷം. വീട്ടിൽ പോകാൻ വാര്യർ ഉത്സാഹം കാണിക്കാത്തതിന് കാരണം ഇതാണെന്ന് CP പറഞ്ഞിട്ടുണ്ട്. ശമ്പളത്തിൻ്റെ നല്ലൊരു ഭാഗം മുടങ്ങാതെ അച്ഛൻ്റെ പേർക്ക് മണി ഓർഡർ അയക്കുന്നുണ്ടത്രേ വാര്യർ. ലോഡ്ജിന് അവിവാഹിതരുടെ ഗുഹ എന്ന് പേരിട്ടതും ബോർഡ് എഴുതി പുറത്ത് തൂക്കിയതും വാര്യരാണ്. വാര്യർക്കൊരു റേഡിയോ ഉണ്ട്. അതിൻ്റെ പഴക്കം മതിക്കണമെങ്കിൽ പുരാവസ്തു വകുപ്പിന് അയച്ചു കൊടുക്കണം. ഞങ്ങളതിന് കരിവണ്ടി എന്നാണ് പേരിട്ടിരിക്കുന്നത്. അതിൻ്റെ കിതപ്പും മുതിപ്പും ചൂളംവിളിയും കേട്ടാൽ കൽക്കരി കൊണ്ട് ഓടിയിരുന്ന പഴയ തീവണ്ടി എഞ്ചിനാണ് ഓർമ്മ വരിക. വാര്യർ രാവിലെ 5:45 ഉണരുന്നു. ഉണർന്ന ഉടനെ റേഡിയോ ഓൺ ചെയ്യുന്നു. പരിപാടികൾ ആരംഭിക്കുന്നതിന് മുമ്പുള്ള ഏറിയും കുറഞ്ഞും ഉയരുന്ന ആ സംഗീതമുണ്ടല്ലോ, അത് ഒട്ടും വിടാതെ വാര്യർക്ക് കേൾക്കണം. കരകര ശബ്ദത്തിൽ റേഡിയോ പാടാനും തുമ്മാനും തുടങ്ങുന്നു. വാര്യർ ഓഫീസിൽ പോകാൻ നേരത്താണ് അത് വാ കൂട്ടുന്നത്. വൈകിട്ട് വന്നാൽ പാൻസും ഷർട്ടും ഊരുന്നതിന് മുമ്പേ റേഡിയോ ഓൺ ചെയ്യുന്നു. രാത്രി 11 മണിക്ക് റേഡിയോ സ്റ്റേഷൻ അടയ്ക്കണം, സാധനം ഓഫാക്കണമെങ്കിൽ. സണ്ണി വാര്യരുടെ ശത്രുവായത് അങ്ങനെയാണ്. എൻ്റെ ആരോഗ്യത്തിൻ്റെ രഹസ്യം 10 മണിക്കൂർ ഉറക്കം എന്ന് ഘോഷിക്കുന്ന സണ്ണിക്ക് വാര്യരുടെ റേഡിയോ കർണശൂലയാണ്. പക്ഷെ വാര്യരോട് മാത്രം കത്തിയുടെ വായ്ത്തലം അടങ്ങുന്നു. പറഞ്ഞു മടുത്തു കഴിഞ്ഞാൽ സണ്ണി അപേക്ഷിക്കും, പൊന്നാശാനെ ഒന്ന് ശബ്ദം കുറച്ചു വെക്കേ, അങ്ങനെ വഴിക്കുവാ. വാര്യർ ഇടയ്ക്കൊക്കെ ഞങ്ങളുടെ മുറിയിൽ വരും. കഥയെഴുത്തൊക്കെ അവിരാമം നടക്കുന്നില്ലേ? ഉണ്ടേ, എഴുതണം, നിരന്തരം എഴുതണം. സാഹിത്യ അക്കാദമി അവാർഡൊക്കെ വാങ്ങണം. അവിടത്തെ അനുഗ്രഹം. പ്രേമലേഖനങ്ങൾ എഴുതാറുണ്ടോ? ഇല്ല. ചുമ്മാ എഴുതണം, എഴുതിയിട്ട് ആർക്കെങ്കിലുമൊക്കെ അയച്ചു കൊടുക്കണം. അങ്ങനെ ആർക്കെങ്കിലുമൊക്കെ അയച്ചു കൊടുത്താൽ തടി വെടക്കായാലോ? നമ്മൾ ആ ഭാഗം ചിന്തിക്കരുത്. കർമ്മം ചെയ്യാനേ നമുക്ക് അധികാരമുള്ളൂ. ഫലത്തിൽ ആശ വെക്കരുത്. അതൊക്കെ വഴിയേ വന്നുകൊള്ളും എന്നല്ലേ നമ്മുടെ ഗോപാലകൃഷ്ണൻ്റെ ഗീത പറയുന്നത്. അങ്ങനെ ഞങ്ങൾക്ക് കുറേ ഉപദേശങ്ങളും തന്ന് വാര്യർ ചീട്ട് കളിക്കാൻ കമ്പനി നോക്കി പോകുന്നു. ഒരിക്കൽ വാര്യർക്ക് ഒരു അബദ്ധം പറ്റി. ഗോപാലകൃഷ്ണൻ്റെ വീട് അങ്ങ് ഗുരുവായൂരാണ്. മാസത്തിലൊരിക്കൽ വീട്ടിൽ പോകും. പോരുമ്പോൾ അമ്മ ഒരു ഹോർലിക്സ് ബോട്ടിൽ നിറയെ നെയ്യ് കൊടുത്തയക്കും. ഏതൊക്കെയോ മരുന്നിട്ട് കാച്ചിയ നെയ്യാണ്. മകൻ്റെ തടി നന്നാവട്ടെ. ഗോപാലകൃഷ്ണൻ നെയ്യ് കൊണ്ടുവന്നാൽ വാര്യർ ഇടയ്ക്കിടെ അവൻ്റെ മുറിയിൽ ചെല്ലും. കുറേശ്ശെ നെയ്യെടുത്ത് കഴിക്കും. അങ്ങനെ പാതി നെയ്യും വാര്യരുടെ അകത്താവുന്നു. വെറുതെ കിട്ടുകയാണെങ്കിൽ വിഷവും കഴിക്കാൻ തയ്യാറായി നടക്കുന്നവരോട് വല്ല പകരവുമുണ്ടോ? ഗോപാലകൃഷ്ണൻ ഒന്നും പറയില്ല. ആയിടെ നാട്ടിൽ പോയി വന്നപ്പോൾ ഗോപാലകൃഷ്ണൻ നെയ്യിൻ്റെ ബോട്ടിൽ മേശപ്പുറത്ത് വെച്ചില്ല. കട്ടിലിനടിയിൽ സൂട്ട് കേസിന് പിന്നിൽ ഒളിപ്പിച്ചു വെച്ചു. വാര്യർ പതിവ് പോലെ കുശലം ചോദിച്ചെത്തി. എന്താ ഗോപാലകൃഷ്ണൻ നായരെ, അമ്മ നെയ്യൊന്നും തന്നയച്ചില്ലേ? ഇല്ല. ആഹാ, അങ്ങനെയാണോ? നെയ്യ് കൊണ്ടുവരാതിരിക്കില്ലെന്ന വാര്യർക്കൊരു തോന്നൽ. ഗോപാലകൃഷ്ണൻ ഇല്ലാത്ത നേരം നോക്കി വാര്യർ മുറിയൊക്കെ പരതി. കുപ്പി തപ്പിയെടുത്ത് പകുതിയും അകത്താക്കി. പിറ്റേന്ന് രാവിലെ കുളിയും ജപവും കഴിഞ്ഞപ്പോൾ ഗോപാലിന് എന്തെന്നില്ലാത്ത ദേഷ്യം. എന്താ ഗോപാലകൃഷ്ണൻ നായരെ, മുഖത്തൊരു വല്ലാത്ത കോപഭാവം? ഏയ്, ഒന്നുമില്ല. നെയ്യ് ആരെടുത്ത് കുടിച്ചു എന്ന് ചോദിക്കാനും വയ്യ. കൊണ്ടുവന്നിട്ടില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞതാണ്. അന്ന് വാര്യർക്ക് ലീവ് എടുക്കേണ്ടി വന്നു. വയറിളക്കം. എന്തു പറ്റി വാര്യരെ? തലതൊട്ടപ്പൻ ചോദിക്കുന്നു. ഒന്നും പറയേണ്ട CP, ഹിമാലയത്തിലെ സന്യാസി തന്ന ആ പച്ചമരുന്ന് കുറച്ചധികം കഴിച്ചെന്നാ തോന്നുന്നത്. എപ്പോഴും തമാശ പറയുകയും കുസൃതി ഒപ്പിക്കുകയും ചെയ്യുന്ന വാര്യരും വല്ലാത്ത പഹയനായ ഇബ്രാഹിമും ഒരിക്കൽ ശരിക്കും ഏറ്റുമുട്ടി. റമ്മി കളി നടക്കുന്നു. വാര്യർ കയ്യിന് കയ്യെ തോറ്റുകൊണ്ടിരിക്കുന്നു. ഇബ്രാഹിം അടിച്ചു കയറുകയാണ്. അങ്ങനെ വാശിയിൽ കളി നടന്നുകൊണ്ടിരിക്കെ വാര്യരത് കണ്ടു.
ഇബ്രാഹിം കളത്തിൽ നിന്ന് ഷീട്ട് മാറിയെടുക്കുന്നു. വാര്യർക്ക് കണ്ണും മൂക്കും കാണാതായി. വാര്യർ അവൻ്റെ വാപ്പയ്ക്ക് വിളിച്ചു. അവൻ്റെ വാപ്പ 6 മാസം മുമ്പാണ് മയ്യത്തായത്. മയ്യത്തായ വാപ്പാനെ പറഞ്ഞാൽ ആരായാലും പൊറുക്കില്ല. ഷീട്ട് താഴത്തിട്ട് ഇബ്രാഹിം വാര്യരുടെ കൊങ്ങയ്ക്ക് പിടിച്ചു. വാര്യർ അവൻ്റെ നെഞ്ചിനിട്ടൊരു ചവിട്ട്. അതാ കിടക്കുന്നു ഇബ്രാഹിം. അവൻ ചാടി എണീറ്റ് വാര്യരെ തല്ലാൻ അടുത്തപ്പോഴേക്കും കത്തി ഇബ്രാഹിമിനെ പിടിച്ചു മാറ്റി. CP വാര്യരെ അടക്കം പിടിച്ചു. രണ്ടുപേരെയും 2 മുറിയിലേക്ക് കൊണ്ടുപോയി സംഗതി സബൂറാക്കി. പിറ്റേന്ന് വാര്യർ പുറത്തുപോയ അവസരം നോക്കി CPയും സണ്ണിയും ഇബ്രാഹിമിനെ പിടിച്ചിരുത്തി. നീ എന്താ ഇന്നലെ കാണിച്ചത്? വാര്യർ ആരാന്ന് നിനക്കറിയോ? അയാൾ പഴയ കളരിയാണ്. അയാൾക്ക് മർമ്മം അറിയാം. മർമ്മം നോക്കി ഒന്ന് തന്നാൽ പഹയാ നിൻ്റെ കാറ്റ് പോവും. അയാൾ എൻ്റെ വാപ്പാക്ക് വിളിച്ചിട്ടാണ്. എടാ, അയാൾ വാപ്പാക്ക് പറഞ്ഞ നീ ഉമ്മാക്ക് പറയ്. അയാളോട് കയ്യാങ്കളിക്ക് മാത്രം നിൽക്കരുത്. ഇനിയെങ്കിലും സൂക്ഷിച്ചോ. ഞങ്ങൾ പിടിച്ചു മാറ്റിയത് നിന്റെ ഭാഗ്യം. വൈകിട്ട് ഇബ്രാഹിമില്ലാത്ത തക്കം നോക്കി CPയും സണ്ണിയും വാര്യരെ സമീപിച്ചു. എടോ വാര്യരെ, തനിക്ക് വല്ല വിവരമുണ്ടോ? അവൻ കുണ്ടോട്ടിക്കാരനാണ്. അവരുടെ സ്വഭാവം തനിക്കറിയോ? വെട്ടൊന്ന് മുറി 2ആണ്. അവൻ എൻ്റെ കഴുത്തിന് പിടിച്ചാൽ ചവിട്ടാതിരിക്കാൻ പറ്റുമോ? കഴിഞ്ഞത് കഴിഞ്ഞു. ഇനിയെങ്കിലും ഇത് ആവർത്തിക്കരുത്. ഞങ്ങൾ പിടിച്ചു മാറ്റിയത് തൻ്റെ ഭാഗ്യം. ലോഡ്ജിലെ സ്ഥിരം സന്ദർശകരെ പറ്റി പറയാതെ ഈ ചരിത്രം പൂർത്തിയാവുന്നില്ല. ആർക്കും എപ്പോഴും കയറി വരാം. ഷീട്ടിൻ്റെ മാസ്മര വലയത്തിൽ വീണവരും മദ്യത്തിൻ്റെ മണം പിടിച്ചെത്തുന്നവരും കൂട്ടത്തിലുണ്ട്. വെറുതെ ബോറടിപ്പിക്കാൻ വരുന്നവരും കാണും. സന്ദർശകരുടെ എണ്ണം നിയന്ത്രിക്കുന്നത് കത്തിയാണ്. കത്തിയോട് പറഞ്ഞു നിൽക്കാൻ ധൈര്യമുള്ളവരെ രണ്ടാമതൊരിക്കൽ ഇങ്ങോട്ട് കയറൂ. മൂർഖൻ പാമ്പിൻ്റെ വിഷവും മരുന്നാണെന്ന് പറയാറുണ്ടല്ലോ. സഖാവ് ശിവരാമൻ, രാഘവേട്ടൻ, സുലൈമാൻ വക്കീൽ, ഈ 3 പേരും തലതൊട്ടപ്പൻ്റെ ചങ്ങാതിമാരാണ്. സഖാവും രാഘവേട്ടനും തലതൊട്ടപ്പൻ്റെ ഓഫീസിൽ ജോലി ചെയ്യുന്നു. അവർ ഉച്ചയൂണ് കൊണ്ടുവന്ന് വെക്കുന്നത് ലോഡ്ജിലാണ്. ലോഡ്ജിനടുത്താണ് റവന്യൂ ഓഫീസ്. യൂണിയൻ്റെ ലോക്കൽ നേതാക്കന്മാരാണ് തലതൊട്ടപ്പനും സഖാവും. നിത്യേന വന്നു പോകാറുണ്ടെങ്കിലും സഖാവ് വലിയ ചലനങ്ങളൊന്നും ലോഡ്ജിൽ ഉണ്ടാക്കാറില്ല. സമരം സംഘടിപ്പിക്കേണ്ടതെങ്ങനെ, പുതിയതായി ഓഫീസിൽ ജോയിൻ ചെയ്യുന്നവരെ എങ്ങനെ ചാക്കിട്ടു പിടിക്കണം, പൊളിഞ്ഞു പാളീസാവുന്ന സമരങ്ങൾ തൊഴിലാളികളുടെ വിജയമാണെന്ന് വരുത്തി തീർക്കേണ്ടതെങ്ങനെ, ഇത്രയൊക്കെ സഖാവിന് വിഷയങ്ങളുള്ളൂ. രാഘവേട്ടൻ്റെ കഥ അതല്ല. അദ്ദേഹം ലോഡ്ജിൻ്റെ ഭാഗം തന്നെയാണ്. പകലൊക്കെ രാഘവേട്ടനെ ലോഡ്ജിൽ കാണാം. തലതൊട്ടപ്പൻ്റെ കട്ടിലിൽ മലർന്നു കിടക്കുന്നുണ്ടാവും. ഡ്യൂട്ടിയിലാണോ? അതെ. ആർക്കും എന്തുപകാരവും ചെയ്തു കൊടുക്കാൻ സദാ സന്നദ്ധനാണ് രാഘവേട്ടൻ. ഓഫീസിലാണെങ്കിൽ സൂപ്രണ്ട് മുതൽ ശിപായി വരെ രാഘവേട്ടനോട് കടപ്പെട്ടിരിക്കുന്നു. മിക്കവാറും എല്ലാ ഓഫീസുകളിലും രാഘവേട്ടന് പരിചയക്കാരുണ്ട്. അതുകൊണ്ട് അദ്ദേഹത്തിന് അസാധ്യമായ കാര്യങ്ങളില്ല. മദർ സീരിയസ് സുപ്പീരിയറിനെ കണ്ട് കോൺവെൻറ്റ് സ്കൂളിൽ ഒരു അഡ്മിഷൻ വരെ രാഘവേട്ടൻ നേടിയെടുക്കും. എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിൽ നിന്നൊരു കാർഡോ മണ്ണെണ്ണയ്ക്കൊരു പെർമിറ്റോ ഒക്കെ എത്ര നിസ്സാരം. ഹാജരി ബുക്കിൽ ഒപ്പിട്ട് രാവിലെ തന്നെ രാഘവേട്ടൻ ഇറങ്ങുന്നു. സൂപ്രണ്ടിനെ മറിച്ചൊന്നും പറയാൻ കഴിയില്ല. അദ്ദേഹവും രാഘവേട്ടനോട് കടപ്പെട്ടിരിക്കുകയാണല്ലോ. കറുത്ത കോട്ടോ വെളുത്ത ഷർട്ടോ വരാന്തയിൽ തൂങ്ങുന്നുണ്ടെങ്കിൽ ഉറപ്പിക്കാം സുലൈമാൻ വക്കീൽ കക്കൂസിലുണ്ട്. ചെറുപ്പമാണെങ്കിലും ജൂനിയർ വക്കീലായി തുടരാൻ ഇഷ്ടമില്ലാത്തതുകൊണ്ട് സ്വന്തമായി പ്രാക്ടീസ് തുടങ്ങിയിരിക്കുകയാണ്. ഭാരത് ഹോട്ടലിലെ മുകളിലെ കുടുസുമുറിയാണ് വക്കീലാപ്പീസ്. നിയമപുസ്തകങ്ങൾ അടുക്കി വെച്ച ഒരു ചില്ലലമാറ, ഒരു മേശ, ഒരു കസേര, കക്ഷികൾ വന്നാൽ ഇരിക്കാൻ ഒരു ബെഞ്ച്, ഇത്രയും ആ മുറിയിൽ ഒരുക്കി വെച്ചിട്ടുണ്ട്. ഞങ്ങൾ ഇടയ്ക്ക് വക്കീലാപ്പീസിൽ പോയിരിക്കും. ഈ അലമാറ വേണമെങ്കിൽ ലോഡ്ജിൽ കൊണ്ടുവന്ന് വെച്ചേക്കേ. സ്ഥലമില്ലാതെ ഞെരുങ്ങണ്ട എന്നു കരുതിയാണ് തലതൊട്ടപ്പൻ അനുവാദം കൊടുത്തത്. അതുമാത്രം പറയരുത് CP. ചായക്കടയ്ക്കും വക്കീലാപ്പീസിനും കണ്ണാടി അലമാറ വേണം. ഈ സാധനം ഇവിടെ കണ്ടില്ലെങ്കിൽ കക്ഷികൾക്ക് വിശ്വാസം കുറയുമെന്ന് വക്കീൽ പറയുന്നു. അമീബിയാസിസിൻ്റെ ശല്യമുണ്ട് വക്കീലിന്. എരിവും പുളിയും തട്ടിയാലുടനെ കക്കൂസിൽ പോകണം. ലോഡ്ജെ ശരണം പാടിക്കൊണ്ട് പറന്നു വരും വക്കീൽ. ഈ അടിയന്തരാവസ്ഥ കണക്കിലെടുത്ത് ലോഡ്ജിൻ്റെ ഒരു താക്കോൽ വക്കീലിനും കൊടുത്തിരിക്കുകയാണ്. രാജ്യഭരണത്തിൽ സമർത്ഥനായ കൃഷ്ണമോഹനാണ് മറ്റൊരു സന്ദർശകൻ. മോഹൻ എൻ്റെയും നാസറിൻ്റെയും സഹപ്രവർത്തകനാണ്. മുഴുത്ത രാഷ്ട്രീയം. ഖദറേ ധരിക്കൂ. മറ്റു രാഷ്ട്രീയക്കാരെ പോലൊന്നുമല്ല. ആദർശം തോളിൽ നിന്ന് തോളിലേക്ക് മാറ്റിയിടാവുന്ന തോർത്തല്ലെന്ന് കൃഷ്ണമോഹൻ വിശ്വസിക്കുന്നു. ഈ നാട് ഇങ്ങനെയൊന്നും ആയാൽ പോരെന്ന് ആത്മാർത്ഥമായും ആഗ്രഹിക്കുന്നുണ്ടവൻ. തെരഞ്ഞെടുപ്പിൽ നിൽക്കേണ്ടതിന് പകരം ബാങ്ക് ടെസ്റ്റ് എഴുതി എന്നൊരു വിഡ്ഢിത്തം കാണിച്ചതിൻ്റെ പേരിൽ ബാങ്ക് ജീവനക്കാരനായിരിക്കുകയാണ്. ബാങ്കെങ്കിൽ ബാങ്ക്. ബ്രാഞ്ചിലുള്ള എല്ലാവരിലും പ്രായം കുറഞ്ഞവനാണെങ്കിലും ഞങ്ങളുടെ നേതാവ് കൃഷ്ണമോഹൻ തന്നെയാണ്.
യൂണിയന്റെ അഖിലേന്ത്യാ നേതാക്കന്മാരുമായി പോലും അവൻ എഴുത്തുകുത്തു നടത്തുന്നു. അവർ കേരളത്തിൽ വരുമ്പോൾ സ്വീകരിക്കാനും സുഖസൗകര്യങ്ങൾ ചെയ്തു കൊടുക്കാനും ലീവെടുത്ത സ്വന്തം ചെലവിൽ എറണാകുളത്തും തിരുവനന്തപുരത്തും ഒക്കെ പോകുന്നു. എന്നോടും നാസറിനോടും പ്രത്യേക സ്നേഹമുണ്ട് നേതാവിന്. അതിനാൽ തിരക്കിനിടയിലും ഞങ്ങളോടൊത്ത് ചെലവഴിക്കാൻ കുറേ സമയം കണ്ടെത്തുന്നു. ചില വൈകുന്നേരങ്ങളിൽ ലോഡ്ജിൽ വരും. അന്തേവാസികളുടെ സുഖവിവരങ്ങൾ അന്വേഷിക്കും. തലതൊട്ടപ്പൻ്റെ പുറത്തു തട്ടി ചോദിക്കും, CP, പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ? താങ്കളുടെ കൃപാകടാക്ഷം കൊണ്ട് എല്ലാം ഭംഗിയായി നടക്കുന്നു. നേതാവേ, രാജ്യഭരണം എങ്ങനെയുണ്ട്? സണ്ണി കത്തിയുടെ മൂർച്ച കൂട്ടി തുടങ്ങുമ്പോൾ നേതാവ് ഗൗരവത്തിൽ പറയുന്നു, തൻ്റെ യൂണിയൻ്റെ ഡിവിഷണൽ പ്രസിഡന്റിനെ കഴിഞ്ഞ ആഴ്ച ഞാൻ കോട്ടയത്ത് വെച്ച് കണ്ടിരുന്നു. മറ്റന്നാളല്ലേ ബാങ്ക് എംപ്ലോയീസിൻ്റെ ശക്തിപ്രകടനം? ഒന്ന് ഉഷാറാക്കണം. ഞാൻ വരുന്നുണ്ട് തൻ്റെ ബ്രാഞ്ചിലേക്ക്. സണ്ണി കത്തി മടക്കി ആരും കാണാതെ അരയിൽ തിരുകുന്നു. സാക്ഷാൽ ഇന്ത്യൻ പ്രസിഡന്റ് വന്നാലും കേറി 2 വർത്തമാനം പറയാനും കൈപിടിച്ച് കുലുക്കാനും വരെ ചങ്കൂറ്റമുണ്ട് കൃഷ്ണമോഹന്. കട്ടിലൊഴിയാൻ കാത്തിരിക്കുകയാണവൻ. ഞങ്ങളുടെ ലോഡ്ജ് എന്തുകൊണ്ടോ അവൻ ഇഷ്ടപ്പെട്ടിരിക്കുന്നു. ഒരു കാര്യം എനിക്കും നാസറിനും തീർച്ചയുണ്ട്. കൃഷ്ണമോഹൻ വന്നു കഴിഞ്ഞാലുണ്ടല്ലോ, തലതൊട്ടപ്പൻ വെറും CP വിശ്വംഭരനാവും. പിന്നീട് കൃഷ്ണമോഹനായിരിക്കും ഞങ്ങളുടെ തലതൊട്ടപ്പൻ. നനച്ചിരിയാതെ കൃഷ്ണമോഹനൊരക്കിടി പറ്റി. ബ്രാഞ്ചിൽ യൂണിയൻ സെക്രട്ടറിയുടെ തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ ഒരു വെറും ലോക്കലായ പൗലോസുകുട്ടി കയറി അങ്ങ് മത്സരിച്ചു. ജനാധിപത്യ മര്യാദകൾ അറിയുന്ന കൃഷ്ണമോഹൻ സ്വന്തം വോട്ട് പൗലോസുകുട്ടിക്ക് കൊടുത്തു. പൗലോസുകുട്ടിക്കുണ്ടോ ഇത് വല്ലതും നിശ്ചയം? പൗലോസുകുട്ടിക്ക് തന്നെ വോട്ട് ചെയ്തു. വോട്ട് എണ്ണി വന്നപ്പോൾ കൃഷ്ണമോഹന് 19ഉം പൗലോസുകുട്ടിക്ക് 20ഉം വോട്ട്. സ്വന്തം മണ്ണിൽ അറിയപ്പെടാതെ പോയ മഹാനായ VK കൃഷ്ണമേനോൻ്റെ വിധിയാണോ കൃഷ്ണമോഹനെയും കാത്തിരിക്കുന്നത്? രണ്ടുപേരുടെയും പേരിന് സാമ്യമുണ്ടല്ലോ. ഏതായാലും അവനിപ്പോൾ കൃഷ്ണമേനോൻ എന്നു തന്നെയാണ് അറിയപ്പെടുന്നത്. കരുവാൻ്റെ മൂരി പൂട്ടാതെ തന്തയാവുന്നുവെന്ന് സ്വയം ശപിച്ചു നടക്കുന്ന ഗോപാൽദാസാണ് മറ്റൊരു സ്ഥിരം കക്ഷി, വാര്യരുടെ സഹപ്രവർത്തകൻ. വയസ്സ് 35 തനിക്കൊരു പെണ്ണന്വേഷിക്കണമെന്ന ചിന്ത കാരണവന്മാർക്കില്ലെന്ന് ഗോപാൽദാസ് പരാതി പറയുന്നു. എങ്കിൽ ഇവിടെ നിന്നെങ്ങാനും ഒന്നിനെ കണ്ടുപിടിക്ക്, ഞാൻ സഹായിക്കാം, തലതൊട്ടപ്പൻ ഉപദേശിച്ചു. കുടുംബക്കാർക്ക് ചേരുന്ന വർത്താനം പറ. ഗോപാൽദാസ് ചൂടായി. ഷീട്ട് കളിക്കാനാണ് ദാസ് സന്ധ്യാസമയങ്ങളിൽ ഗുഹയിലെത്തുന്നത്. കളിയിൽ മിടുക്കനല്ലാത്തതുകൊണ്ട് തോൽവിയാണ് കൂടുതൽ. തോൽക്കും തോറും വാശി പെരുക്കുന്നു. എല്ലാ കൈയും എടുത്ത് കളിക്കും. കൊണ്ടുവന്ന പൈസ കഴിഞ്ഞാൽ കടം പറഞ്ഞു കളിച്ച് തോൽക്കും. ഹാൻഡ് റമ്മി പോട്ടെ, നല്ലൊരു കൈ വന്നാൽ മതി. ഗോപാൽദാസിൻ്റെ വെളുത്ത മുഖം തുടുക്കുന്നു. ഷീട്ട് പിടിച്ച കൈ വിറയ്ക്കാൻ തുടങ്ങുന്നു. ആ പരിഭ്രമം മറ്റുള്ളവർക്കൊരു താക്കീതാണ്. എല്ലാവരും സ്കൂട്ട്. 10 രൂപയെങ്കിലും കിട്ടേണ്ടിടത്ത് 25 പൈസ വീതം 1 രൂപ 25 പൈസ. ഏതിലെങ്കിലും പിടിച്ചു വാദിക്കാനും വെറ്റുവെക്കാനും മിടുക്കനാണ് ദാസ്. 12 നേന്ത്രപ്പഴം ഒറ്റയിരിപ്പിന് തിന്നാമെന്ന് ഇബ്രാഹിമുമായി വാതുവെച്ചു. 1 മണിക്കൂറാണ് സമയപരിധി. ജയിച്ചാൽ 100 രൂപ ഇബ്രാഹിം കൊടുക്കണം. തോൽക്കുകയാണെങ്കിലോ 100 രൂപ ദാസ് ഇബ്രാഹിമിന് കൊടുക്കണം. മൂക്ക് കീഴ്പോട്ടുള്ളവരാരും അവനുമായി വാതുവെക്കില്ല. ജയിച്ചാലും പൈസ കിട്ടുമെന്ന് എന്താണ് ഉറപ്പ്? ഇബ്രാഹിം പഴം വാങ്ങിക്കൊണ്ടുവന്നു. പഴമെന്ന് പറയാൻ മാത്രം പാകം വന്നിട്ടേ ഉള്ളൂ. നല്ല വലിപ്പം. പഴം പാകം വന്നിട്ടില്ലെന്നും വലിപ്പം കൂടുതലാണെന്നും പറഞ്ഞു നോക്കി. രക്ഷയില്ല. അങ്ങനെ ഒരു കണ്ടീഷനും വെറ്റുവെക്കാൻ നേരം പറഞ്ഞിട്ടില്ല. പഴം തോല് പൊളിച്ച് തിന്നാൻ ആരംഭിച്ചു. തോല് പൊളിക്കുക തന്നെയായിരുന്നു. ഞങ്ങൾ നോക്കിയിരിക്കെ 11ാം പഴവും ഗോപാൽദാസ് അകത്താക്കി. 12ാമത്തെ പഴം തോല് പൊളിച്ച കയ്യിൽ തന്നെ വെച്ചുകൊണ്ടിരിക്കുകയാണ്. കടിക്കുന്നില്ല. ഒന്നല്ലേ ബാക്കിയുള്ളൂ, ശ്രമിച്ചു നോക്ക്, ഞങ്ങൾ പ്രോത്സാഹിപ്പിച്ചു. ഒരു പച്ചച്ചിരി ചിരിച്ചുകൊണ്ട് ദാസു പറഞ്ഞു, ഇനി വയ്യ. എന്തെങ്കിലും കുഴപ്പം തോന്നുന്നുണ്ടെങ്കിൽ പറയണം. CP: ഹേയ്, ഒരു കുഴപ്പവും വരില്ല. തൽക്കാലം വെള്ളം കുടിക്കണ്ട. ഗോപാൽദാസിന് ഒരു കുഴപ്പവും വന്നില്ല. 2 മണിക്കൂറിന് ശേഷം ഞങ്ങളോടൊപ്പം നളവിലാസത്തിൽ വന്ന് ഇഡ്ഡലിയും ഉഴുന്നുവടയും അകത്താക്കി. ഒരു പഴയ പ്രേമത്തിൻ്റെ മോഹഭംഗമുണ്ട് ഗോപാൽദാസിന്. ആ കഥ ഞങ്ങൾ അറിഞ്ഞിട്ടുണ്ട്. പ്രേമിച്ചത് ഒരു നായരുകുട്ടിയെ തന്നെ. ശാലീന സുന്ദരി, നല്ല തറവാട്ടിൽ പിറന്നവൾ, സ്വന്തം നാട്ടുകാരി. ആരും ഒന്നുകൂടി നോക്കിപ്പോകുന്ന സുന്ദരനായ ദാസിനെ ഒരു പെൺകുട്ടി ആഗ്രഹിച്ചാലും അത്ഭുതമൊന്നുമില്ല. കഥകളിലൊക്കെ കാണുന്നത് പോലെ അമ്പലത്തിൽ തൊഴാൻ പോയപ്പോഴാണ് ദേവനും ദേവിയും ആദ്യമായി അന്യോന്യം കടാക്ഷിക്കുന്നത്. ഇടയ്ക്കിടെ കാണും, സ്വപ്നങ്ങൾ കൈമാറും, കത്തെഴുതും. കാര്യം വീട്ടുകാരെ അറിയിക്കാൻ അവൾ നിർബന്ധിക്കുമ്പോഴൊക്കെ ഗോപാൽദാസ് ഒഴിഞ്ഞു മാറും. വരട്ടെ, കുറച്ചു കഴിയട്ടെ. 7-8 കൊല്ലം മുമ്പാണ്. കല്യാണം കഴിക്കാൻ മാനസികമായി വളർന്നിട്ടില്ല എന്നൊരു തോന്നൽ.
ഇതിനിടെ അവൾക്കൊരു ആലോചന വന്നു. ചെക്കന് ബോംബെയിൽ ജോൺസൺ ആൻഡ് ജോൺസണിൽ ഉദ്യോഗം, സ്വന്തമായി ഫ്ലാറ്റുണ്ട്. ഗോപേട്ട എന്നെ രക്ഷിക്കൂ എന്ന് കഥകളിലൊക്കെ വായിക്കുന്നത് പോലെ അവൾ കണ്ണീരൊഴുക്കി എന്നാണ് പറഞ്ഞു കേൾക്കുന്നത്. ധൈര്യം സംഭരിച്ച ദാസ് അമ്മയോട് പറഞ്ഞു. അമ്മ അച്ഛനോട്. ഭൂമി കുലുങ്ങുമെന്നും മാനം ഇടിഞ്ഞു വീഴുമെന്നും ഗോപാൽദാസ് പ്രതീക്ഷിച്ചു. ഒന്നുമുണ്ടായില്ല. മകൻ്റെ ആഗ്രഹമല്ലേ. അച്ഛൻ തന്നെ പെണ്ണിൻ്റെ വീട്ടിലേക്ക് പോയി. അറിയുന്ന കുടുംബം, നല്ല തറവാട്ടുകാർ. മകൾക്ക് ഈ പയ്യനോട് ചെറിയൊരു ഇഷ്ടമുണ്ടെന്ന് അവർക്കും അറിയാമായിരുന്നു. പെണ്ണിൻ്റെ വീട്ടുകാർ അങ്ങോട്ട് ചെന്ന് യാചിക്കുന്നത് കുറച്ചിലാണല്ലോ. അതുകൊണ്ടാണ് മകളുടെ കണ്ണീര് വകവയ്ക്കാതെ ബോംബെക്കാരൻ്റെ ആലോചന വീട്ടുകാർ പരിഗണിച്ചത്. ഗോപാൽദാസിൻ്റെ വീട്ടുകാർ നല്ല നായന്മാർ. ആലോചന ഇങ്ങോട്ട് വന്നപ്പോൾ പെണ്ണിൻ്റെ വീട്ടുകാർക്കും സമ്മതം. അച്ഛൻ ജാതകം വാങ്ങി വന്നു. പൊരുത്തം നോക്കിച്ചപ്പോൾ പൊരുത്തം തീരെ കുറവ്. ദശാസന്ധി ഇല്ലെന്നു മാത്രം. നിർബന്ധമാണെങ്കിൽ ചേർക്കാം, വലിയ ഗുണമുണ്ടാവില്ല. നിന്റെ ഇഷ്ടം എന്ന് അച്ഛൻ കൈയൊഴിഞ്ഞു. ഗോപാൽദാസിന് ആകപ്പാടെ സംശയമായി. പിറ്റേന്ന് അമ്പലത്തിൽ വെച്ച് അവളെ കണ്ടു. ജാതകം നോക്കിച്ചു. പൊരുത്തം തീരെ കുറവ്. എന്താ വേണ്ടത്? എന്നാൽ ജാതകം നോക്കിയിട്ട് മതിയായിരുന്നല്ലോ പ്രേമിക്കുക. അവൾ തിരിഞ്ഞു നോക്കാതെ നടന്നു. അവളുടെ കല്യാണത്തിന് നാട്ടുമര്യാദയ്ക്ക് പന്തൽ വിധാനത്തിനും പ്രഥമന് തേങ്ങ ചിരകാനും കൂടി. മറ്റൊരു പുരുഷൻ പ്രണയിനിയുടെ കഴുത്തിൽ താലി കെട്ടുന്നത് നിരുദ്ധകണ്ഠനായി നോക്കി നിന്നു. എന്നിട്ട് മാന്യസ്ഥാനത്തിരുന്ന് ഊണ് കഴിച്ചു പോരുകയും ചെയ്തു. 2 കൊല്ലം കൂടിയുണ്ട് ഗ്രഹപ്പിഴ. അത് കഴിഞ്ഞ വ്യാഴദശയാണ്. വ്യാഴം വളരെ ഗുണം ചെയ്യുമെന്ന് ജാതകം പരിശോധിച്ച എല്ലാ ജ്യോത്സ്യന്മാരും പറഞ്ഞിട്ടുണ്ടെന്ന് ഗോപാൽദാസ് പറയുന്നു. അതാണ് ഒരു ആശ്വാസം. ഉടുപ്പിക്കാരൻ രമേഷ് പൈ വരുന്നത് ഫ്ലാഷ് കളിക്കാനാണ്. സണ്ണിയുടെ ബ്രാഞ്ചിലേക്ക് ട്രാൻസ്ഫറായി വന്നിട്ട് 4 മാസമേ ആയിട്ടുള്ളൂ. ആദ്യമായി ലോഡ്ജിൽ വരുമ്പോൾ പയ്യന് ഇസ്പേഡും ക്ലാവറും തിരിച്ചറിയില്ലായിരുന്നു. റമ്മിയോ 28 ഇപ്പോഴും അറിയില്ല. ആദ്യം ഫ്ലാഷാണ് പഠിച്ചത്. പന്നിമലത്തലിൽ പയ്യനോട് മുട്ടാൻ അപാര ധൈര്യം വേണം. കമിഴ്ത്തി വെച്ച ഷീറ്റിന് പുറത്ത് 5ഉം 10ഉം രൂപ രമേഷ് ബ്ലൈൻഡ് വെക്കുമ്പോൾ മറ്റുള്ള ഷീറ്റ് വീരന്മാർക്ക് കൈവിറയ്ക്കുന്നു. രമേഷിനെ കണ്ടാൽ ഗോപാൽദാസ് ഓടി ഒളിക്കും. ചില്ലറ പൈസയും കിലുക്കിക്കൊണ്ട് ഇബ്രാഹിം ഫ്ലാഷ് കളിക്കാനിരുന്നാൽ രമേഷ് എണീക്കുന്നു. പിച്ചക്കളിക്ക് നമ്മളില്ല. ലോഡ്ജിൽ പ്രവേശിക്കുന്നതേ വെല്ലുവിളിച്ചുകൊണ്ടാണ്. ഷീട്ടാക്കം ബർണവർ ബരി. റാകാരത്തിന് രാകാരവും രാകാരത്തിൻ്റെ റാകാരവും മാറി മാറി ഉപയോഗിക്കുന്നു. പൈ ചോര് കഴിച്ചോ? നേരായിട്ടില്ല. പഠിച്ച പണി 18ഉം പയറ്റിയിട്ടും പയ്യന് ഴകാരം വഴങ്ങുന്നില്ല. വായ, കുയി, കോയി എന്ന് കേൾക്കുമ്പോൾ കേൾക്കുന്നവർ ചിരിക്കുന്നു. നമ്മൾക്ക് മതിയായി നിങ്ങളുടെ മലയാളം. നമ്മൾ ട്രാൻസ്ഫർക്ക് ചോദിച്ച്. മലയാളം അറിയില്ലെങ്കിലും ഭരണിപ്പാട്ടുകൾ പഠിച്ചു വെച്ചിട്ടുണ്ട്. അതൊക്കെ ലോഡ്ജിലിരുന്ന് ഈണത്തിൽ പാടുകയും ചെയ്യും. തലതൊട്ടപ്പനോട് ലോഹ്യം പറയാനെത്തുന്ന സുന്ദരിയെ വിട്ടുകളയാനോ? നല്ല കാര്യം. ദിവസത്തിലൊരിക്കലെങ്കിലും സുന്ദരി ലോഡ്ജിൻ്റെ വാതുക്കൽ എത്തുന്നു. വിഷയം പോയോ? ഇല്ല. വിളിക്കണോ? വിളിക്കിൻ. ഓനോടൊരു കാര്യം ചോദിക്കാനുണ്ട്. CP ഗേൾഫ്രണ്ട് വിളിക്കുന്നു. ഹലോ പാർവതി ചേച്ചി, സുഖം തന്നെയല്ലേ? എന്തു സുഖം മോനെ. ജരബാധിച്ച ഉണങ്ങി മെലിഞ്ഞ് പയറ്റുകൊണ്ടാട്ടം പോലായ പാർവതിയമ്മ ലോഡ്ജിനടുത്തുള്ള ഭാർഗവി നിലയത്തിലെ അന്തേവാസിയാണ്. രാമേട്ടൻ എന്ന ഒറ്റയാനാണ് ഭാർഗവി നിലയത്തിൽ താമസിക്കുന്നത്. ആ വലിയ വീടിൻ്റെ തുറക്കുന്ന മുറികൾ വൃത്തിയാക്കിയും അത്താഴത്തിന് രാമേട്ടന് കഞ്ഞിവെച്ചു കൊടുത്തും അവരവിടെ കൂടിയിരിക്കുകയാണ്. 60നും 70നും ഇടയ്ക്ക് എവിടെയോ ആണ് അവരുടെ വയസ്സ്. എന്തെല്ലാം സൂത്രം പ്രയോഗിച്ചാലും പാർവതിയമ്മ വയസ്സ് മാത്രം പറയില്ല. തലതെറിച്ച ചെക്കന്മാരാണ് അവരുടെ ശത്രുക്കൾ. സുന്ദരി എന്ന് നീട്ടി വിളിച്ചുകൊണ്ട് പിന്നാലെ കൂടും. അതുകൊണ്ട് പുറത്തിറങ്ങാൻ നിവർത്തിയില്ല. തലതൊട്ടപ്പനോട് വർത്തമാനം പറഞ്ഞു നിൽക്കുകയാണെങ്കിൽ ചെക്കന്മാർ എത്തി നോക്കി പോവും. CPയോടാണ് പാർവതിയമ്മ ആവലാതി പറയുന്നത്. നിനക്കറിയോ, ഞാൻ ചെറുപ്പത്തിൽ സുന്ദരിയാർന്ന്. പുയ്യാപ്പിളമീനിൻ്റെ നിറാർന്ന്. ഇന്നീളാ തലമുടി. അവരുടെ കൈ കാൽമുട്ടോളം നീളുന്നു. അത് നിങ്ങളെ ഇപ്പം കണ്ടാലും തോന്നൂലോ. അത് കേട്ടാൽ അവർക്ക് സന്തോഷമായി. ചെക്കന്മാരോടുള്ള കന്മഷമെല്ലാം വെയിലത്ത് മഞ്ഞുപോലെ ഉരുകിയില്ലാതാവുന്നു. ഈ മന്ത്രിസഭ പൊളിയുമെന്നാ തോന്നുന്നത്. തലതൊട്ടപ്പൻ ചർച്ച തുടങ്ങി വെക്കുന്നു. പൊളിയട്ടേന്ന്. അരിക്ക് 10 ഉറുപ്പ്യായില്ലേ? മണ്ണെണ്ണ കിട്ടാണ്ടോ? ചോദിക്കാനും പറയാനും ആരാ ഉള്ളത്? ഓര് പ്രസംഗിക്കാൻ നടക്കുമല്ലേ. കമ്മ്യൂണിസ്റ്റുകാർ ഭരണത്തിൽ വരുമോ? കമ്മ്യൂണിസ്റ്റുകാർ വരണം. ഈ ചെക്കന്മാരുടെ വാലുമിൽ തുണി ചുറ്റി തീ കൊളുത്തി വിട്ടൂടണം. ഓരിക്കേ അതിന് കയ്യൂടൂ. കുരുത്തം കെട്ട മക്കള്. കുറേ വർത്തമാനം പറഞ്ഞു കഴിഞ്ഞാൽ പാർവതിയമ്മയ്ക്ക് ഓർമ്മ വരുന്നു.
രാമേട്ടന് കഞ്ഞി വെക്കണം, അരി മേടിച്ച് കൊണ്ടുവരണം. ഞാൻ പോട്ടെ. വേർപാടിൻ്റെ വേദന ഞങ്ങളറിഞ്ഞത് ഗോപാലകൃഷ്ണനെ പുറത്താക്കിയതോടെയാണ്. ലോഡ്ജിൻ്റെ സൽപ്പേരിന് കളങ്കം ചാർത്തുന്നവരെ വെച്ച് പൊറുപ്പിക്കാൻ വയ്യല്ലോ. ചില അനർത്ഥങ്ങൾ ദൈവം വരുത്തുന്നു, മറ്റു ചിലതോ സ്വയം വരുത്തി വയ്ക്കുന്നു. ഗോപാലകൃഷ്ണൻ്റേത് സ്വയംകൃത അനർത്ഥമായിരുന്നു. അവൻ പെണ്ണുകെട്ടാൻ നിശ്ചയിച്ചു. ഗോപാലകൃഷ്ണൻ്റെ വേർപാട് വാര്യരെയാണ് കൂടുതൽ വേദനിപ്പിച്ചത്. ഒരമ്മയുടെ കൈകൊണ്ട് കാച്ചിയ നെയ്യ് കഴിച്ചു വളരുന്നവരാണവർ. ഗോപാലകൃഷ്ണൻ്റെ ഓഫീസിൽ നിന്ന് അധികം അകലെയല്ലാതെ ഒരു വീട് രാഘവേട്ടൻ തേടി പിടിച്ചു കൊടുത്തു. 800 രൂപ വാടക. ഞങ്ങൾ എല്ലാവരും ചേർന്ന് ഒരു വീട്ടിലേക്ക് വേണ്ട എല്ലാ സാധനങ്ങളും ഗോപാലകൃഷ്ണൻ്റെ പുതിയ വീട്ടിലെത്തിച്ചു. പണം മുടക്കിയത് അവനാണെങ്കിലും മനുഷ്യത്വമുള്ളവരായതുകൊണ്ടാണ് ഞങ്ങൾ ഈ വകയൊക്കെ ചെയ്തു കൊടുത്തത്. കല്യാണത്തിന് ലീവിൽ പോകുന്നതിൻ്റെ തലേ ദിവസം 3 ഫുൾ ബോട്ടിൽ വിസ്കിയും പൊതിഞ്ഞു കെട്ടിക്കൊണ്ടാണ് വൈകിട്ട് ഗോപാലകൃഷ്ണൻ ലോഡ്ജിൽ വന്നത്. ബോംബെ പൊറോട്ടയും നിർത്തിപ്പൊരിച്ച കോഴികളും വന്നു. ആലു ചിപ്സും മിക്സ്ചറും അകമ്പടി സേവിച്ചു. വരാന്തയിലാണ് പാർട്ടി ഒരുക്കിയത്. സ്ഥിരം സന്ദർശകരായ സഖാവും രാഘവേട്ടനും ഗോപാൽദാസും വക്കീലും രമേഷും ഹാജരായിരുന്നു. സസ്യഭോജിയും മദ്യവിരോധിയുമായതുകൊണ്ടാവണം കൃഷ്ണമോഹൻ വന്നില്ല. മാന്യസ്ഥാനത്ത് ഗോപാലകൃഷ്ണനെ പിടിച്ചിരുത്തി. 1-ാം റൗണ്ട് കഴിഞ്ഞപ്പോൾ പ്രസംഗങ്ങൾ ആരംഭിച്ചു. എന്നത്തെയും പോലെ തലതൊട്ടപ്പനാണ് തുടങ്ങിവെച്ചത്. ഇംഗ്ലീഷിലാണ് പ്രസംഗം. ഗോപാലകൃഷ്ണൻ്റെ സൽഗുണങ്ങളെയും സൽപ്രവൃത്തികളെയും ഒന്നൊന്നായി പ്രകീർത്തിച്ചു. എല്ലാവരുടെയും ഗ്ലാസുകൾ കാലിയായി. എന്നിട്ടും CPയുടെ പ്രസംഗം നീളുകയാണ്. നിർത്തട ഊപ്പേ നിന്റെ പ്രസംഗം. മേനോൻ ചൂടായി. തുടർന്ന് നീണ്ടു നിന്ന കരഘോഷം. തലതൊട്ടപ്പൻ ഇരുന്നു പോയി. 2-ാം റൗണ്ടിൽ കോഴികളിൽ കൈവച്ചു. പിന്നെയും ആരൊക്കെയോ എന്തൊക്കെയോ പ്രസംഗിച്ചു. ഗോപാലകൃഷ്ണൻ്റെ ശുചിത്വബോധത്തെയും ദൈവഭക്തിയെയും മരുന്നിട്ട് കാച്ചിയ നെയ്യിനെയും പലരും പ്രശംസിച്ചു. ചിലർ ഗോപാലകൃഷ്ണന് വന്നു ചേർന്ന ഈ ദുഃഖത്തിൽ മനം നൊന്ത് പരിതപിച്ചു. വാക്കു കുറയ്ക്കുക, പ്രവൃത്തി കൂട്ടുക എന്ന ആദർശത്തിൽ വിശ്വസിക്കുന്ന ഞാനും നാസറും കോഴിക്കാലുകളിൽ ശ്രദ്ധിച്ചു. പ്രസാദും സഖാവും വക്കീലും ഞാനും രമേഷും 2-ാം റൗണ്ടോടെ നിർത്തി. തലതൊട്ടപ്പനും വാര്യരും രാഘവേട്ടനും ഗോപാലകൃഷ്ണനും 3-ാം റൗണ്ടിൽ പിന്മാറി. സണ്ണിയും ഗോപാൽദാസും 4-ാമത്തെ റൗണ്ടിൽ ഗ്ലാസ് കമിഴ്ത്തി. പൊരിച്ച കോഴികളെ മറക്കരുതല്ലോ. പ്രത്യേകിച്ചൊന്നും സംഭവിക്കാത്ത മട്ടിൽ മേനോൻ ഗ്ലാസ് നിറയ്ക്കുകയും കാലിയാക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു. ഇബ്രാഹിമും നിർത്താനുള്ള വട്ടമല്ലെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. അവൻ്റെ വാക്കുകൾ വഴുതാൻ തുടങ്ങിയിരിക്കുന്നു. എടോ ഗോപാല, ഒരു ബോട്ടിലിന് എന്തു വില വന്നു? ഇബ്രാഹിം കേൾക്കാൻ വേണ്ടിയാണ് കത്തി സംശയം ചോദിക്കുന്നത്. 150 ഉറുപ്പിക. എന്നാ സാധനം പഷ്ടാണല്ലോ. പഷ്ടായ സാധനം ഓസി കിട്ടുന്നത് ഉപേക്ഷിക്കുകയോ? ഗ്ലാസ്സിൽ ബാക്കിയുള്ളത് ഒറ്റ വലിക്ക് ഫിനിഷ് ചെയ്തു. കത്തി ഒഴിച്ചു കൊടുത്തു. അതും കാലിയാക്കി. വീണ്ടും ഒഴിച്ചു കൊടുക്കുമ്പോൾ കത്തി ചോദിച്ചു, എടാ, ഒരു ബോട്ടിൽ കൂടി വരുത്തണോ? വേണടാ കത്തി, ഞാൻ ഇനിയും കുഴിക്കും. കുഴിക്കടാ, കുഴിക്ക്. കുഴിച്ച് കുഴിച്ച് ഭൂമിയുടെ അപ്പുറത്തെത്തരുത്. വെറുതെയാണോ നിനക്ക് ഡോക്ടറേറ്റ് തന്നത്? സണ്ണി, അതുമാത്രം പറയരുത്. എത്ര കഴിച്ചാലും ഞാൻ ഛർദ്ദിക്കില്ല. വീണ്ടും ഇബ്രാഹിമിൻ്റെ ഗ്ലാസ് കാലിയാവുകയും കത്തി ഒഴിച്ചു കൊടുക്കുകയും ചെയ്തു. ഇതിനിടെ CP ഓടിപ്പോയി ഒരു ബക്കറ്റ് എടുത്തു കൊണ്ടുവന്നു. ഇന്ന് നീ ഛർദ്ദിക്കും. പ്രസാദ്, ഇല്ല, ഛർദ്ദിക്കില്ല. ഞാൻ കസേരയിൽ ചാരിയിരുന്നു. മേശയുടെ വക്കിൽ മുറുകെ പിടിച്ചിട്ടുണ്ട്. നീ ഛർദ്ദിക്കും. ഇല്ല, ഇല്ല. അവൻ്റെ കുടൽ ഒന്നാകെ കുതിച്ച് മേൽപോട്ട് ഉയരുന്നതും അവൻ വാ പൊത്തിപ്പിടിക്കാൻ ശ്രമിക്കുന്നതും ഞങ്ങൾ കണ്ടു. പൊന്നു മോനെ, ഇങ്ങോട്ട്. CP ഇബ്രാഹിമിൻ്റെ മുമ്പിൽ ബക്കറ്റ് വെച്ചു. എന്നിട്ട് അവൻ്റെ പുറം തടവി. ഉച്ചയ്ക്ക് കഴിച്ച നളവിലാസത്തിലെ വേവാത്ത ചോറും പുറത്തു വന്നപ്പോഴേക്കും അവൻ തളർന്നു. ഇനി വല്ലതും ബാക്കിയുണ്ടോടാ മോനെ? ഉത്തരമില്ല. ഗോപാൽദാസും തലതൊട്ടപ്പനും ചേർന്ന് ഇബ്രാഹിമിനെ തൂക്കിയെടുത്ത് മുറിയിൽ കൊണ്ടുപോയി കിടത്തി. മേനോൻ അപ്പോഴേക്കും 7-ാമത്തെ ഗ്ലാസ് കഴിഞ്ഞ് 8-ാമത്തേത് തുടങ്ങി വെച്ചിരിക്കുന്നു. കൈവിരലുകൾ കോഴിക്കാലിൽ വഴുതുന്നു. മൂക്കും മുഖവും തുടുത്തു ചുവന്നിരിക്കുന്നു. അകത്ത് വിങ്ങുന്ന എന്തിനെയോ മുക്കിക്കൊല്ലാനാണെന്ന് തോന്നും മേനോൻ്റെ കുടി കണ്ടാൽ. പൊടുന്നനെ ഒരു മുന്നറിയിപ്പുമില്ലാതെ മേനോൻ വിതുമ്പാൻ തുടങ്ങി. തൊട്ടടുത്തിരിക്കുന്ന CPയുടെ ചുമലിൽ കൈവച്ച് മേനോൻ ഏങ്ങി ഏങ്ങി കരഞ്ഞു. CP, എന്നോട് ക്ഷമിക്കണം. ശരി, അങ്ങനെ പറഞ്ഞാൽ പോരാ, ക്ഷമിച്ചൂന്ന് പറയണം. ക്ഷമിച്ചിരിക്കുന്നു. ഞാനാണ് അവനെ കൊന്നത്. ആരെ? ഇബ്രാഹിമിനെ. മേനോൻ സാറേ, അവൻ ഇനിയും ചത്തിട്ടില്ല, വാര്യർ ഓർമ്മിപ്പിച്ചു. എവിടെ അവൻ? അവനെ ഞാൻ കൊല്ലും. മേനോൻ ചാടി എണീറ്റു. കത്തിയും തലതൊട്ടപ്പനും മേനോനെ താങ്ങി. അവനെവിടെ? ഇതാ ഇവിടെ.
മേനോൻ്റെ കിടക്ക ഞാൻ ഓടിച്ചെന്ന് വിരിച്ചിട്ടു. മേനോനെ കിടക്കയെ കിടത്തി മുഷിഞ്ഞ പുതപ്പ് കൊണ്ട് പുതപ്പിച്ച് ഞങ്ങൾ പുറത്തു കടന്നു. പാമ്പിൻ്റെ ദഹനശക്തിയുള്ള നാസർ അപ്പോഴും വെട്ടി വിഴുങ്ങുകയാണ്. പ്രകാശൻ ചുരങ്ങാടിൻ്റെ ബാച്ചിലേഴ്സ് ലോഡ്ജ് എന്ന നോവൽ ഇവിടെ അവസാനിക്കുന്നു. നോവലിൻ്റെ മുഖവുരയായി കുഞ്ഞുണ്ണി മാഷ് ഇങ്ങനെ പറയുന്നു: ശ്രീ പ്രകാശൻ എഴുതിയ ബാച്ചിലേഴ്സ് ലോഡ്ജ് എന്ന കൊച്ചു നോവൽ ഇരുന്ന ഇരിപ്പിലിരുന്ന് ഞാൻ മുഴുവൻ വായിച്ചു കേട്ടു. അത്ര രസാത്മകമായിരിക്കുന്നു. വിഷയത്തിനനുസരിച്ച ഭാഷ. ആ ഭാഷയാകട്ടെ ശുദ്ധ വള്ളുവനാടനും. കൃതി രസാത്മകമാകാൻ, ഹൃദ്യമാകാൻ മറ്റെന്തു വേണം? പുസ്തകം വായിക്കാൻ തുടങ്ങിയാൽ മുഴുവൻ തീർന്നിട്ടേ താഴത്തു വയ്ക്കൂ. സരസം, മധുരം, മനോഹരം എന്നു തന്നെ പറയേണ്ടി വന്നിരിക്കുന്നു. സന്തോഷം. പ്രകാശൻ ചുനങ്ങാടിൻ്റെ ബാച്ചിലേഴ്സ് ലോഡ്ജ് എന്ന നോവൽ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് റംല എം ഇക്ബാൽ. നന്ദി.